അശ്വതി ഇത് എത്ര വയസ്സിലാ പാടിയത് ഇത്? ഞാനിത് 4ാം ക്ലാസ്സിലെ വെക്കേഷന് പാടിയതാണ്. പക്ഷെ ഇറങ്ങിയത് ഒരു 1 year കഴിഞ്ഞിട്ടാണ്. ഇപ്പൊ എത്രയായി? ഇപ്പൊ കല്യാണം കഴിഞ്ഞൊരു കുട്ടിയായി. പക്ഷെ ഇപ്പോഴൊരു കുട്ടിയെ പോലെ അതുകൊണ്ട് ഞാൻ ഇപ്പൊ എത്രയായി ചോദിക്കാൻ കാരണം ആ പാട്ട് മോളെ ആ സമയത്ത് മോളുടെ ആ ശബ്ദം കുഞ്ഞു ശബ്ദത്തില് തുടങ്ങുന്ന മോളല്ലേ? അതെ അതെ അതെ. സോളോ ആയിട്ട് പാടിയിട്ടുണ്ടോ? സോളോ ഇൻ ദ സെൻസ് മൂവിയിൽ എന്റെ പോർഷൻ മാത്രമേ ഉള്ളൂ. ഹമ്മിങ്, പല്ലവി, അനുപല്ലവി. അല്ലാതെ ഉണ്ടോ? അല്ലാതെ ഇല്ല. പല്ലവി അനുപല്ലവി ഞാനാ പാടിക്കുന്നത്. പിന്നെ ലാസ്റ്റ് ചരണം ദാസാറാണ് പാടിക്കുന്നത്. ചിത്രചേച്ചി ഇൻ ബിറ്റ്വീൻ ഉള്ള റിപ്പീറ്റേഷൻസ് മാത്രം. മിഡ് പല്ലവി. സോങ് ഫുള്ളായിട്ട് വേറെ പാടിയിട്ടുണ്ടോ? ഇല്ല, സോങ് ഫുള്ളായിട്ട് പാട്ടുള്ള ദാസാറാണ്. എന്നെ വിദ്യാധരൻ മാഷ് വിളിച്ചിട്ട് പറഞ്ഞു ഇതുപോലെ അശ്വതി എന്ന് പറഞ്ഞ കുട്ടി എന്റെ സ്റ്റുഡന്റ് ആണോ അതോ? അല്ല, മാഷ് ഇത് കഴിഞ്ഞ ശേഷം മാഷിന്റെ ഒത്തിരി വർക്ക് ഞാൻ പാടിയിട്ടുണ്ട്. കുഞ്ഞിലോട്ട് ഒത്തിരി വർക്ക് പാടിയിട്ടുണ്ട്. എന്റെ അടുത്ത് പറഞ്ഞു അവിടെ വിളിക്കണം അവിടെ കൊണ്ട് പാടിക്കണം എന്നൊക്കെ പറയാം. 4 പേര് കേട്ടോ. സ്വപ്നം ത്യജിച്ചാൽ സ്വർഗം ലഭിക്കും, ദുഃഖം മറന്നാൽ ശാന്തി ലഭിക്കും. മനസ്സേ കരയരുതേ, മനസ്സേ കരയരുതേ, കണ്ണീരിലലിയുന്ന പാട്ടുപാടാം ഞങ്ങൾ, കണ്ണീരിലലിയുന്ന പാട്ടുപാടാം. സ്വപ്നം ത്യജിച്ചാൽ സ്വർഗം ലഭിക്കും, ദുഃഖം മറന്നാൽ ശാന്തി ലഭിക്കും. കാണാൻ. സ്വപ്നം ത്യജിച്ചാൽ സ്വർഗം ലഭിക്കും, ദുഃഖം മറന്നാൽ ശാന്തി ലഭിക്കും. മനസ്സേ കരയരുതേ, മനസ്സേ കരയരുതേ, കണ്ണീരിലലിയുന്ന പാട്ടുപാടാം ഞങ്ങൾ, കണ്ണീരിലലിയുന്ന പാട്ടുപാടാം. സ്വപ്നം ത്യജിച്ചാൽ സ്വർഗം ലഭിക്കും, ദുഃഖം മറന്നാൽ ശാന്തി ലഭിക്കും. സ്വപ്നം ത്യജിച്ചാൽ സ്വർഗം ലഭിക്കും, ദുഃഖം മറന്നാൽ ശാന്തി ലഭിക്കും. വെരി ഗുഡ്, വെരി ഗുഡ്. ഫ്ലവേഴ്സ് ഒരുക്കുന്ന കാഴ്ച വസന്തം യൂട്യൂബിൽ പ്രേക്ഷകർക്ക് ലൈവായി കാണാം. ഫ്ലവേഴ്സ് കോമഡിയിൽ ജോയിൻ ചെയ്യൂ, ആസ്വദിക്കൂ.